മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ഒരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സൊല്യൂഷൻ അതിന്റെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ 12th ചാപ്റ്ററോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ എന്തായിരിക്കണം കണ്ടീഷൻ എന്ന് പറഞ്ഞത്, കോഎഫിഷ്യൻസ് എല്ലാം തന്നെ y ഡാഷ് y ഡബിൾ ഡാഷ് y ഡാഷ് y ഇതിന്റെ എല്ലാത്തിന്റെയും കോഎഫിഷ്യൻസ് എന്തായിരിക്കണം, കോൺസ്റ്റൻസ് ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ. എങ്ങനെയായിരുന്നു അതിന്റെ വർക്കിംഗ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതും, ആ ഹോമോജീനിയസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി റൂട്ട്സ് കാണും, ആ റൂട്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് നമുക്ക് YH ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ കിട്ടും. അടുത്തത് YP കാണണം. YP എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അതെങ്ങനെയാ കണ്ടെത്തിയിരുന്നത്? g of t എന്നുള്ള റൈറ്റ് ഹാൻഡ് സൈഡ് ടേം ഏതാന്ന് നോക്കി അതിന്റെ കറസ്പോണ്ടിങ് YP നമ്മൾ മുൻപ് ലിസ്റ്റ് ചെയ്തിരുന്ന ടേബിളിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി കുറച്ചും കൂടി പ്രോബ്ലംസ് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 8t സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതും. ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്താ വരിക? y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും. അതെന്താ വരിക? m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ റൂട്ട് എന്ത് വരും? m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ് വന്നത്. സോ സൊല്യൂഷൻ എന്തായിരിക്കും? YH ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. സോ YH എന്ന് പറയുന്നത് a cos 2t പ്ലസ് b sin 2t. 2 എന്ന് പറയുന്നത് ഈ ഇമാജിനറി പാർട്ട്. ഇത്രയാണ് ഹോമോജീനിയസിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ് ടേം ഏതാന്ന് നോക്കി അതിന്റെ കറസ്പോണ്ടിങ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് എടുത്ത് എഴുതാറ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇറ്റ്സ് എ പോളിനോമിയൽ. ടിയിലുള്ളൊരു പോളിനോമിയൽ ആണ് തന്നിരിക്കുന്നത് വിത്ത് ഡിഗ്രി 2. അങ്ങനെയാണെങ്കിൽ അതിന്റെ YP എന്താ വരിക എന്നാ പറഞ്ഞിരുന്നേ? ഇവിടെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ nth ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് YP എന്ന് പറയുന്നത് kn t raised to n plus kn minus 1 t raised to n minus 1 plus etc plus k1t plus k0. ഇങ്ങനെയാണ് കറസ്പോണ്ടിങ് YP വരുന്നത്. ഇവിടെ ഏതാണ്? സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ആണ്. ടി സ്ക്വയർ അല്ല, ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ആണ്. അപ്പൊ എന്ത് വരും? n-ന് പകരം 2 വരും. അപ്പൊ കറസ്പോണ്ടിങ് YP എന്താ വരിക? k2 t സ്ക്വയർ പ്ലസ് k1t പ്ലസ് k0. ഇത്രയാണ് ഈ തന്നിരിക്കുന്ന g of t യുടെ കറസ്പോണ്ടിങ് YP എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ k2 k1 k0 എന്നുള്ളതിന്റെ കോൺസ്റ്റൻസിന്റെ വാല്യൂ കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ YP എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ തന്നെയാണ്. സോ അതിനെ നമുക്ക് എന്ത്, ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? y ഡബിൾ ഡാഷ് എന്താണെന്ന് അറിയണം. അപ്പോൾ yക്ക് പകരം YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ y ഡബിൾ ഡാഷ് അറിയണം. സോ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ YP ഡാഷ് ഈക്വൽ ടു 2k2t പ്ലസ് k1. YP ഡബിൾ ഡാഷ് എന്ത് വരും? 2k2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ y ഡബിൾ ഡാഷിന് പകരം YP ഡബിൾ ഡാഷ്, അതായത് 2k2 പ്ലസ് 4 ഇൻറ്റു y എന്താ ഇവിടെ എടുത്തിരിക്കുന്നത്? YP, അതായത് 4k2t സ്ക്വയർ പ്ലസ് 4k1t പ്ലസ് 4k0 ദാറ്റ്സ് ഈക്വൽ ടു 8t സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. ഇനി കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ വരുന്നത്? 4k2. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? 4k2 ഈക്വൽ ടു 8. k2 ഈക്വൽ ടു 8/4 2 വന്നു. ഇനി ഇവിടെ ടി എന്ന് പറയുന്ന ടേം ഉണ്ടോ റൈറ്റ് ഹാൻഡ് സൈഡിൽ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ടിയുടെ ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? 4k1t ഈക്വൽ ടു k1 ഈക്വൽ ടു 0. 4k1 ഈക്വൽ ടു 0, therefore k1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം?
ഇനി ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ടേംസ് ആണ്. കോൺസ്റ്റന്റ് ടേംസും ഇവിടെ എന്ത് തന്നെയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 തന്നെയാണ്. സോ എന്ത് എഴുതാം നമുക്ക്, 2k2 പ്ലസ് 4k0 ഈക്വൽ ടു 0. k2 ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 × 2 4. അപ്പൊ 4k0 ഈക്വൽ ടു, ഈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ -4. therefore k0 ഈക്വൽ ടു -4/4 -1 കിട്ടും. ഈ ypയിലെ എല്ലാ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസും നമുക്ക് കിട്ടി. yp ഈക്വൽ ടു എന്ത് വന്നു, k2 എന്നുള്ളത് 2t², k1 0 ആണ്, k0 എന്നുള്ളത് -1 വന്നു. അപ്പൊ ജനറൽ സൊല്യൂഷൻ നമുക്ക് എന്ത് എഴുതാം, y ഓഫ് t ഈക്വൽ ടു എന്ത് വരും, yh പ്ലസ് yp, അതായത് a cos 2t പ്ലസ് b sin 2t പ്ലസ് 2t² -1. ഇതാണ് ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. yh ഉം yp കണ്ടു, രണ്ടിന്റെയും സം ആയിരിക്കും എന്ത്, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ yh കാണാൻ നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് തന്നെയാണ്. yp കാണണമെങ്കിലാണ് എന്തറിയേണ്ടത്, ആ ടേബിളിലെ വാല്യൂസ് അറിയേണ്ടത്, കറസ്പോണ്ടിങ് നോൺ ഹോമോജി g ഓഫ് t നോക്കിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 10 cos t. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പൊ എന്ത് വേണം, ആദ്യം കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതും. എന്താണ്, y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0. അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക, m² മൈനസ് m മൈനസ് 2 ഈക്വൽ ടു 0. ഇവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും, m+1 ഇൻറ്റു m മൈനസ് 2 വരും, ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ m ഈക്വൽ ടു -1 ഉം 2 ഉം വരും. ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് yh ഈക്വൽ ടു c1 e raised to minus t plus c2 e raised to 2t. ഇത്രയാണ് ഇവിടെ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി എന്ത് വേണം, yp നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, g ഓഫ് t ഏത് ഫോമാന്ന് നോക്കാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ yp എന്ന് പറയുന്നത് k cos qt ആണ്. qt എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ q ഈക്വൽ ടു 1 ആണ്. അപ്പൊ k cos t പ്ലസ് m sin t. ഇതാണ് yp വരുന്നത് ഇവിടുത്തെ. കാരണം q ന്റെ പ്ലേസിൽ 1 ആയതുകൊണ്ടാണ് k cos t പ്ലസ് m sin t എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് വേണം, ഈ k യുടെയും m ന്റെയും വാല്യൂസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും, yp എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് അറിയാം. സോ അത് ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, yp ഡാഷ് കണ്ടു, yp ഡാഷ് എന്ത് വന്നു, മൈനസ് k sin t, cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin t പ്ലസ് m cos t. yp ഡബിൾ ഡാഷ് എന്ത് വരും, മൈനസ് k cos t മൈനസ് m sin t. ഇത്രയാണ് yp ഡാഷും yp ഡബിൾ ഡാഷും വരുന്നത്. ഇനി തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ y ഡബിൾ ഡാഷിന് പകരം yp ഡബിൾ ഡാഷ്. അപ്പൊ എന്ത് വരും, മൈനസ് k cos t മൈനസ് m sin t. y ഡാഷിന് പകരം yp ഡാഷ്. ഇവിടെ മൈനസ് ഉണ്ട് ഓൾറെഡി, അപ്പൊ മൈനസ് മൈനസ് പ്ലസ് k sin t മൈനസ് m cos t. ഇനി മൈനസ് 2y ആണ്, ദാറ്റ് ഈസ് മൈനസ് 2k cos t minus 2m sin t, that's equal to 10 cos t. ഇനി cos t യുടെയും sin t യുടെയും ടേംസ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ cos t ഇൻറ്റു ഇവിടെ മൈനസ് k മൈനസ് m മൈനസ് 2k. ഇനി sin t യുടെ ടേംസ് ഒരുമിച്ച് എഴുതാം, പ്ലസ് sin t ഇൻറ്റു sin t യുടെ ടേംസ് എഴുതുമ്പോൾ മൈനസ് m plus k minus 2m, that's equal to 10 cos t. ഇവിടെ എന്താ വരുന്നത്, മൈനസ് കെയും മൈനസ് 2k cos t ഇൻറ്റു മൈനസ് 3k മൈനസ് m പ്ലസ് sin t ഇൻറ്റു ഇവിടെ എന്ത് വരും വാല്യൂസ്, k മൈനസ് 3m, that's equal to 10 cos t. ഇനി കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. cos t യുടെ കോഎഫിഷ്യൻസ് ഇവിടെ എന്താ വരുന്നത്, മൈനസ് 3k മൈനസ് m, ദാറ്റ്സ് ഈക്വൽ ടു 10. sin t യുടെയോ
k minus 3m that's equal to 0. sin t യുടെ കോഎഫിഷ്യന്റ് അവിടെ ഒന്നുമില്ലല്ലോ, സോ 0 വരും. ഇനി എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും ഇവിടെ, -3k മൈനസ് ആദ്യത്തെ ഇക്വേഷനെ 1 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പൊ -3k minus m equal to 10. സെക്കൻഡ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k minus 9m that's equal to 0. ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ k യുടെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി. -10m equal to 10 and m equal to -1. m equal to -1 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, -3k equal to, ഇവിടെ -1 ആണ്, മൈനസും മൈനസും +1 ആവും. ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആയി. അപ്പൊ 10 - 1 ആയ which implies k equal to -3 വന്നു. അപ്പൊ yp എന്താ വരിക, yp equal to k എന്നുള്ളത് -3 cos t minus sin t. k m-1 അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് yp വരുന്നത്. yh എന്ന് പറയുന്നത് c1 e raised to -t plus c2 e raised to 2t. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് yh പ്ലസ് yp, അതായത് c1 e raised to -t plus c2 e raised to 2t minus 3 cos t minus sin t. ഇതായിരിക്കും തന്നിരിക്കുന്ന ഈ സെക്കൻഡ് ഓർഡർ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ചില കേസസിൽ നിങ്ങളോട് പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രം കാണാൻ പറയും. അപ്പൊ ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ടേം നോക്കിയിട്ട് വൈപ്പ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. y ഡബിൾ ഡാഷ് -3y ഡാഷ് -4y ഈക്വൽ ടു -8 e raised to t cos 2t. ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, e raised to t യുടെയും cos 2t യുടെയും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ yp എന്താ വരിക, yp ഈക്വൽ ടു e raised to t into k cos 2t plus m sin 2t. ഇത്രയാണ് yp വരിക. അങ്ങനെയാണെങ്കിൽ ഇനി yp ഡാഷ് എന്ത് വരും, ഇവിടെ ബ്രാക്കറ്റിലെ ഉള്ളിലേക്ക് കൊടുക്കാം k e raised to t cos 2t plus m e raised to t sin 2t. ഇത്രയും വരും. ഇനി yp ഡാഷ് എന്ത് വരും, k കോൺസ്റ്റന്റ് ഔട്ട്സൈഡിലേക്ക് എടുത്തു. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് വരും, e raised to t യുടെ ഡെറിവേറ്റീവ് e raised to t തന്നെ, സോ e raised to t cos 2t. ഇനി കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, അപ്പൊ മൈനസ്, പിന്നെ ഇവിടെ 2 ഉണ്ട്, 2 e raised to t sin 2t plus m into e raised to t യുടെ ഡെറിവേറ്റീവ് e raised to t sin 2t plus 2 e raised to t cos 2t. ഇത്രയാണ് എന്ത് വരുന്നത്, yp ഡാഷ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ റീഅറേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to t cos 2t രണ്ടിലും ഉണ്ട്. സോ അങ്ങനെ കോസും സൈനിന്റെയും ടേംസ് സെപ്പറേറ്റ് എഴുതാൻ പോവാം. അപ്പൊ എന്ത് വരും, e raised to t cos 2t സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, ഇവിടെ k plus 2m വരും, k plus 2m. ഇനി e raised to t sin 2t യുടെ ടേംസ് ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്ത് വരും, -2k plus m വരും. ഇങ്ങനെയാണ് yp ഡാഷ് വരുന്നത്. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്ക് yp ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും, k plus 2m എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കി എടുത്തു, ഔട്ട്സൈഡിലേക്ക് എടുത്തു. e raised to t cos t യുടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും, ഈ ടേം തന്നെ വരും അല്ലെ, എന്താ വരിക, e raised to t cos 2t minus 2 e raised to t sin 2t. ഇനി ഇവിടെയും എന്ത് വരും, -2k plus m എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കി എടുത്തു, ഇൻറ്റു e raised to t sin 2t യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to t sin 2t plus 2 e raised to t cos 2t. ഇനി നേരത്തെ ചെയ്ത പോലെ e raised to t cos 2t യുടെയും e raised to t sin 2t യുടെയും ടേംസ് ഒരുമിച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ e raised to t cos 2t എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും,
കെ പ്ലസ് 2m ഇവിടത്തെ ഉണ്ട്, കെ പ്ലസ് 2m ഇവിടത്തെ ഉണ്ട്. ഇവിടത്തെ ഒരു 2 ഇൻറ്റു മൈനസ് 2k പ്ലസ് എം ഉണ്ട്. അപ്പൊ എന്ത് വരും? മൈനസ് 4k പ്ലസ് 2m. ഇനി ഇ റേസ് ടു ടി സൈൻ 2tയുടെ ടേംസ് ഒരുമിച്ച് എഴുതണോ? ഇ റേസ് ടു ടി സൈൻ 2tയുടെ ടേംസ് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു മൈനസ് 2 ഇൻറ്റു കെ പ്ലസ് 2m ഉണ്ട്. അപ്പൊ മൈനസ് 2k മൈനസ് 2k മൈനസ് 2m, പിന്നെ ഇവിടുത്തെ മൈനസ് 2k പ്ലസ് എം. ഇതെന്ത് വരും? ഇ റേസ് ടു ടി കോസ് 2t ഇൻറ്റു 2m പ്ലസ് 2m 4m വരും, k മൈനസ് 4k മൈനസ് 3k പ്ലസ് 4m പ്ലസ് ഇ റേസ് ടു ടി സൈൻ 2t ഇൻറ്റു ഇവിടെ എന്ത് വരും? മൈനസ് 2k മൈനസ് 2k മൈനസ് 4k മൈനസ് 2m, ഇവിടെ എന്ത് വരും? മൈനസ് 4k മൈനസ് 3m വരും. ഇവിടെ ഇവിടെ 4m ആണ് കേട്ടോ വരുന്നത്. 2 ഇൻറ്റു വരുമ്പോൾ 4m ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ ടേംസ് വരുന്നത്. ഇനി എന്തെഴുതണം? ഇപ്പോൾ വൈ പി ഡാഷ് കിട്ടി, വൈ പി ഡബിൾ ഡാഷ് കിട്ടി. ഇനി കിട്ടിയിരിക്കുന്ന മൂന്നിനെ വൈ പി ഡാഷ്, വൈ പി ഡബിൾ ഡാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈ പിക്കും വൈ പി ഡബിൾ ഡാഷിനും വൈ പി ഡാഷിനും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇ റേസ് ടു ടിയുടെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇ റേസ് ടു ടി കോസ് 2t ഇൻറ്റു മൈനസ് 3k പ്ലസ് 4m മൈനസ് 3k മൈനസ് 6m മൈനസ് 4k പ്ലസ് ഇ റേസ് ടു ടി sin 2t into minus 4k minus 3m plus 6k minus 3m minus 4m, that's equal to minus 8 e raised to t cos 2t. ഇത്രയും വരും. വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷിന്റെ വാല്യൂസും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് e raised to t cos 2t into ഇവിടെ എന്തൊക്കെയാ വരുന്നത് വാല്യൂസ്? മൈനസ് 3 മൈനസ് 3 മൈനസ് 6 മൈനസ് 4 മൈനസ് 10k മൈനസ് 2m പ്ലസ് e raised to t sin 2t into എന്ത് വരും? മൈനസ് 4k പ്ലസ് 6k, that is 2k minus 10m, that's equal to minus 8 e raised to t cos 2t. ഇനി കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ് 10k മൈനസ് 2m, that's equal to minus 8, and 2k minus 10m equal to sin 2tയുടെ ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 0. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. സോ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 20k മൈനസ് 4m, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 16. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 20k മൈനസ് 100m, that's equal to 0. ഇവിടെ എന്ത് വരും? ഇനി മൈനസ് 20kയും പ്ലസ് 20kയും ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ എന്ത് വരും? മൈനസ് 104m, that's equal to മൈനസ് 16. എമ്മിന്റെ വാല്യൂ എന്ത് വരും? m equal to 16/104. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 8/52. 8/52നെ വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 4/26.
2/13 കിട്ടും എമ്മിന്റെ വാല്യൂ. സോ ഇനി അതൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ എന്നുള്ളത് 10/13 കിട്ടും. സോ നമ്മുടെ YP എന്ന് പറയുന്നത് എന്താ വരിക? YP എന്ന് പറയുന്നത് 10/13 e raised to t cos 2t plus 2/13 e raised to t sin 2t. ഇത്രയാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിങ് g ഓഫ് ടി അതിന്റെ YP ഏതാന്നുള്ളത് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. YP കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ YP ഡാഷും YP ഡബിൾ ഡാഷും ആണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോൺസ്റ്റൻസിന്റെ വാല്യൂസ് കാണാം. ഇങ്ങനെയുള്ള ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നത് ശ്രദ്ധിക്കണം. ഇത്രയാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിനെ കുറിച്ച് പറയാനുള്ളത്.